ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യയിലെ അതിപുരാതനമായ ചരിത്രപ്രസിദ്ധമായ പുണ്യപ്രധാന നഗരിയായ പ്രയാഗ്രാജിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ യാത്ര അയോധ്യയിൽ നിന്നാണ് തുടങ്ങുന്നത്. സരയൂ നദിയുടെ മുകളിലുള്ള പാലത്തിലൂടെയാണ് ഞങ്ങളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുരാണ പ്രാധാന്യമുള്ള സരയൂ നദിയുടെ വീതി വളരെ വലുതാണ്. ഈ സമയത്ത് പക്ഷേ വെള്ളം കുറവായിരുന്നു. എൻ്റെ തീർത്ഥാടന യാത്രയുടെ വീഡിയോസ് ഒന്ന് രണ്ടെണ്ണം മാത്രമേ എനിക്ക് ഇതുവരെ ഇടാൻ കഴിഞ്ഞുള്ളൂ. വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. പ്രിയപ്പെട്ട കൂട്ടുകാരെല്ലാം വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യുകയും വേണം. പ്രയാഗിലേക്കും കാശിയിലേക്കും ഒക്കെയുള്ള യാത്രയെന്ന് പറയുന്നത് ഒരുപാട് കാലത്തെ ഒരു സ്വപ്നമായിരുന്നു. അപ്പോൾ ഈ സ്വപ്ന യാത്രയുടെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണണം. അങ്ങനെ സഹയാത്രികയുടെ പ്രാർത്ഥനാഗാനത്തോടെ ഞങ്ങളുടെ യാത്ര മുന്നോട്ട് പോകുന്നു. സൗത്ത് ഇന്ത്യൻ ധാബ എന്നൊക്കെ എഴുതി വെച്ചിട്ടുള്ള ധാബയിൽ കയറി ഞങ്ങൾ ചായയും സ്നാക്സും ഒക്കെ കഴിച്ചു യാത്ര വീണ്ടും തുടരുകയാണ്. ഉത്തർപ്രദേശിലെ ഏറ്റവും വലിയ ജില്ലയും ഇന്ത്യയിലെ തന്നെ 13ാമത്തെ വലിയ ജനസാന്ദ്രതയുള്ള സ്ഥലവുമാണ് പ്രയാഗ്രാജ് എന്ന് പറയുന്നത്. നമ്മൾ ഈ വലതുവശത്തായിട്ട് കാണുന്നത് യമുനയുടെ ഭാഗമാണ്. യമുനയും ഗംഗയും ഒരുമിച്ച് ചേരുന്ന ഭാഗത്തേക്കാണ്, സരസ്വതി നദിയും ഒരുമിച്ച് ചേരുന്ന ഭാഗത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വലതുവശത്തായിട്ട് കാണുന്നത് നമ്മൾ കുംഭമേള നടന്ന സമയത്ത് ഉണ്ടാക്കിയ പാലങ്ങളാണ്, താൽക്കാലിക പാലങ്ങളാണ്. 45 കോടി ജനങ്ങളെ പ്രതീക്ഷിച്ച സ്ഥലത്ത് 65 കോടിയിൽ പരം ജനങ്ങൾ ആ കുംഭമേളയിൽ പങ്കെടുത്ത സ്നാനഘട്ടങ്ങളൊക്കെയാണ് നമ്മൾ ഈ കാണുന്നത്. സംസ്കൃതത്തിൽ ത്യാഗസ്ഥലം എന്നർത്ഥം വരുന്ന പദമാണ് പ്രയാഗ്. പ്രയാഗിൽ നിന്നാണ് ഈ പേര് ഉണ്ടായത്. ഹൈന്ദവ വിശ്വാസമനുസരിച്ച് ബ്രഹ്മാവ് യജ്ഞം നടത്തിയ സ്ഥലമാണിത്. ബ്രഹ്മാവിനാണ് ഇവിടെ കൂടുതൽ ആളുകളും പ്രാധാന്യം കൽപ്പിക്കുന്നത്. ധാരാളം ഹിന്ദുക്കളും മുസ്ലിങ്ങളും ജൈൻസും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയൊക്കെയുള്ള ഒരു മിക്സഡ് കൾച്ചർ ഉള്ള ഒരു സിറ്റിയാണിത്. അലഹബാദ് എന്നാണ് ഇത് മുൻപ് അറിയപ്പെട്ടിരുന്നത്. നമ്മൾ ഈ പോകുന്ന റൂട്ടിൽ തന്നെയാണ് ഒരു ചരിത്ര സ്മാരകമായിട്ടുള്ള ആനന്ദഭവൻ നമ്മൾ കാണുന്നത്. കേരളത്തിൻ്റെ ഏകദേശം ഇരട്ടിയോളം തന്നെ പോപ്പുലേഷൻ ഉണ്ട് ഈ പ്രയാഗിൽ മാത്രം. നല്ല തിരക്കുള്ള റോഡുകളും നല്ല തിരക്കുള്ള സ്ഥലമാണ്. വിവിധ രാജവംശങ്ങളിലൂടെ കൈമറിഞ്ഞ് ബ്രിട്ടീഷുകാരിലെത്തി സ്വാതന്ത്ര്യ സമരകാലത്ത് കൂടുതൽ നിറം നൽകിയ അലഹബാദ് ഇപ്പോൾ അറിയപ്പെടുന്നത് പ്രയാഗ്രാജ് എന്നാണ്. പുരാണങ്ങളിലൂടെ കേട്ടറിഞ്ഞ പ്രയാഗ്, ചരിത്രത്തിലൂടെ അറിഞ്ഞ അലഹബാദ് ഇന്ന് പ്രയാഗ്രാജ് എന്നാണ് അറിയപ്പെടുന്നത്. ആ പേരിൽ മാറ്റവും ചരിത്രമാണ്. ഈ വഴിയുടെ വലതുവശത്തായിട്ടാണ് അലഹബാദ് കോടതി. നമ്മളെപ്പോഴും മാധ്യമങ്ങളിലൂടെ മാത്രം കേട്ടിട്ടുള്ള അലഹബാദ് കോടതി അതുപോലെ എപ്പോഴും കേൾക്കുന്നതാണ്, അതിപ്പോൾ കാണാനിടയായി. അതുപോലെ അലിഗഡ് യൂണിവേഴ്സിറ്റി, അതും പ്രയാഗിലുണ്ട്. ഞങ്ങൾ ചെന്ന ദിവസം ഹോളിഡേ ആയിരുന്നു. ഹോളിയുടെ ആഘോഷങ്ങളൊക്കെ നടക്കുന്ന സമയത്താണ് പോയത്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ഓഫീസുകളൊക്കെ പലതും അവധിയായിരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആനന്ദഭവൻ അതിൻ്റെ അകത്ത് കയറി കാണാനായിട്ട് സാധിച്ചില്ല. മുൻ പ്രധാനമന്ത്രി ശ്രീ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ കുടുംബ വീടാണ് ഇന്ന് ആനന്ദഭവൻ എന്നതൊരു മ്യൂസിയമാണ്. അത് പ്രയാഗിലാണ്. വളരെ ഭംഗിയായിട്ടുള്ള ഒരു സിറ്റിയാണ്. എങ്ങോട്ട് നോക്കിയാലും നല്ല ഇഷ്ടംപോലെ പൂവും ചെടികളും ഒക്കെ ഉള്ള നല്ല നന്നായിട്ട് ക്രമീകരിച്ചിരിക്കുന്ന നല്ല ഭംഗിയുള്ള സിറ്റിയാണ്. ഇഷ്ടംപോലെ മരങ്ങളൊക്കെ ഉണ്ട്. ഷോപ്പുകളും ഓഫീസുകളും എല്ലാം അവധിയായിരുന്നു. എന്തായാലും തിരക്കിനൊട്ടും കുറവില്ല ഒരിടത്തും. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുന്നത് ആനന്ദഭവൻ മ്യൂസിയത്തിൻ്റെ മുന്നിലേക്കാണ്. ഇന്നലെയും അവിടെ അവധിയായിരുന്നു. അതുപോലെ ഇന്ന് ഞങ്ങൾ ചെന്ന സമയവും അവധിയായിരുന്നു. അതുകൊണ്ട് നമുക്കകത്തേക്ക് പ്രവേശനമില്ലായിരുന്നു. പുറത്തുനിന്ന് കാണാനേ കഴിഞ്ഞുള്ളൂ. പുറകിൽ കാണുന്ന കെട്ടിടമാണ് ഇന്ദിരാഗാന്ധിയുടെ വിവാഹം നടന്ന സ്ഥലമെന്ന് പറയുന്നത്, വിവാഹം കഴിഞ്ഞ സ്ഥലം. ആനന്ദഭവൻ, സ്വരാജ് ഭവൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ സ്ഥലമാണ്. ഇന്നത് നല്ലൊരു മ്യൂസിയമാണ്. വളരെ ഭംഗിയായിട്ട് ക്രമീകരിച്ചിരിക്കുന്ന ഒരു സ്ഥലം. അകത്തേക്ക് പ്രവേശനമില്ലാത്തത് കൊണ്ട് ഞങ്ങൾ പുറത്തു നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു, വീഡിയോസൊക്കെ എടുത്തു. അവിടെ നിന്നും പിന്നെ ഞങ്ങളുടെ യാത്രയെന്ന് പറയുന്നത് ഹോട്ടലിലേക്കാണ്.
ഇതിൻ്റെ രണ്ടാം ഭാഗം അടുത്ത വീഡിയോയിലേ വരത്തുള്ളൂ. സമയം ഇപ്പോൾ ഉച്ചയ്ക്ക് 1:30 മണിയോളമായിരുന്നു. അപ്പോൾ ത്രിവേണി സംഗമത്തിലേക്ക് പോയിട്ട് ബലിതർപ്പണമൊക്കെ നടത്തുന്നത് ഉച്ചയ്ക്ക് ശേഷമാണ്. അപ്പോൾ അതൊക്കെ അടുത്ത ഒരു വീഡിയോയിൽ കാണാം. ലോങ് വീഡിയോ ആകുമ്പോൾ നിങ്ങൾക്കും ബോറടിക്കും. അതുകൊണ്ടാണ് ഞാൻ ലെങ്തൊക്കെ കുറച്ച് ചെറിയ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇനി ഞങ്ങൾ നേരെ ഹോട്ടലിലേക്കാണ്. ഞങ്ങൾ ചെന്നപ്പോഴേക്കും നല്ല കേരള സ്റ്റൈൽ ഫുഡ് ഞങ്ങളുടെ ടീം തയ്യാറാക്കിയിരുന്നു. വടക്കൻ സ്റ്റൈലിലുള്ള ഇഞ്ചിപ്പുളിയും തോരനും കറികളും ഒക്കെ ആയിട്ട് വളരെ ഭംഗിയുള്ള ഒരു ഹോട്ടൽ സ്വാഗതത്തിലായിരുന്നു പ്രയാഗിൽ ഞങ്ങളുടെ താമസം. ഉച്ചയൂണിന് ശേഷം ത്രിവേണി സംഗമത്തിലേക്ക് പോകും. അപ്പോൾ അടുത്ത വീഡിയോയിൽ അതൊക്കെ ആ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണാം. അപ്പം എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. രണ്ടാം പാർട്ട് ഉടൻ വരുന്നതാണ്. അതിനാലാണ് ഇത് ചെറുതാക്കിയത്. അപ്പോൾ ത്രിവേണി സംഗമവും പ്രയാഗിലെ മറ്റ് കാഴ്ചകളും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോ കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.